നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് റിട്ടേൺ ആർക്കൊക്കെ ഫയൽ ചെയ്യേണ്ടി വരും, അതിൻ്റെ സെക്ഷൻ, അതിൻ്റെ പ്രൊവിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇൻകം ടാക്സ് അനുസരിച്ച് ഇൻകം ഉള്ള ഒരു വ്യക്തി, അതായത് ഓരോ ബഡ്ജറ്റിൽ ഓരോ ലിമിറ്റും ഒരു പ്രിസ്ക്രൈബ് സ്ലാബും വരുന്നുണ്ട്. അസസ്മെൻറ്റ് ഇയർ എന്നാണ് വരുന്ന 2025 അസസ്മെൻറ്റ് ഇയർ എന്നൊരു സംഭവം ഇല്ല. പുതിയ ഇൻകം ടാക്സ് ആയിട്ട് 2025 എന്നിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പുള്ള 1961 ഇൻകം ടാക്സ് അനുസരിച്ചാണ് വന്നിരുന്നത്. പുതിയ ആക്ട് പാസ്സായി, പാർലമെൻറ്റിൽ പാസ്സായി. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞില്ല. പക്ഷേ അതേവരെ നമുക്ക് അതാത് ബഡ്ജറ്റിൽ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ലിമിറ്റിന് മുകളിലേക്ക് നമ്മളുടെ ഇൻകം, അതായത് ഇൻകം എന്ന് വെച്ചാൽ മൂന്നെണ്ണമായിട്ട് പോകുന്നത്: സാലറി ഇൻകം, ബിസിനസ് ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻകം ആയിട്ട് വരുന്നത്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ഫയൽ ചെയ്യുകയാണെന്ന് ആക്ടിൽ പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഒന്ന്, ക്രെഡിറ്റ് കാർഡുള്ള ഒരു വ്യക്തി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രിസ്ക്രൈബ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള ഒരു വ്യക്തികൾ നമുക്ക് ഫയൽ ചെയ്യണം. പിന്നെ ട്രാവലിംഗ്, പുറത്തോട്ട് ഫോറിൻ ട്രാവൽ നടത്തിയ ഒരു വ്യക്തികൾ, അതിൽ പക്ഷേ നെയ്ബറിങ് കൺട്രീസും റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഹജ്ജ്, പിന്നെ നമ്മുടെ നേപ്പാളിലെ ഹിന്ദുക്കൾ നടത്തുന്ന ആ ഒരു റിലീജിയസ് പർപ്പസ്, അങ്ങനത്തേന് വേണ്ടിയിട്ട് നമ്മൾ ഫോറിൻ ട്രാവൽ നോക്കണം. ബാക്കി ഫോറിൻ ട്രാവലിന് എല്ലാത്തിനും നമ്മൾ ഇത് വരണം. പിന്നെ നമ്മൾ ഒരു പ്രിസ്ക്രൈബ് എമൗണ്ടിന് മുകളിൽ ഇലക്ട്രിസിറ്റി ബില്ലുകൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനത്തെ വ്യക്തികളെല്ലാം തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പിന്നെ അത് കൂടാതെ നമ്മൾ പ്രിസ്ക്രൈബ് ലിമിറ്റിന് മുകളിൽ, ഇപ്പം വരുന്ന കൊല്ലങ്ങളിൽ അത് 4 ലക്ഷമാണ്. 4 ലക്ഷമാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. നമ്മുടെ ടോട്ടൽ ഇൻകം 4 ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കും. പക്ഷേ 4 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ടാക്സ് വരുന്നില്ല. അതായത് ഒരു റിബേറ്റ് എന്നൊരു പെർസെൻറ്റേജ് വരുന്നുണ്ട്. റിബേറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സർക്കാർ ഒരു റിബേറ്റ്, സാധാരണ റിബേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ സർക്കാർ റിബേറ്റ് പോലെ തരുന്നുണ്ട്. അത് വരുന്നത് 7.5 ലക്ഷമാണ്. 7.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് എടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ 4 ലക്ഷത്തിന് മുകളിൽ നമ്മുടെ ടോട്ടൽ ഇൻകം പോവുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നോട്ടീസും ഇതൊക്കെ ഭവിഷ്യത്തുമൊക്കെ നമ്മൾ കണക്കൂട്ടേണ്ടി വരും. അപ്പോൾ 7.5 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ഇൻകം പോവുകയാണെങ്കിൽ 7,01,000 ഇപ്പം നമ്മളെ ഇൻകം വരുന്നതെങ്കിൽ 4 ലക്ഷം മുതലേ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും. 7 ലക്ഷം രൂപയാണ് റിബേറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. പക്ഷെ നമ്മൾ റിട്ടേൺ 139 എന്നുള്ള സെക്ഷനിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. കൂടാതെ നമ്മൾ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ നടത്തുന്ന എല്ലാ വ്യക്തികളും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ഡേറ്റ് തന്നെ വരുന്നുണ്ട്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഒരു വർഷത്തെ നമ്മൾ സാമ്പത്തിക വർഷം ഏപ്രിൽ ടു മാർച്ചാണ് നമുക്ക് വരുന്നത്. മാർച്ചിന് ശേഷമാണ് ആ ഡ്യൂ ഡേറ്റ് ആരംഭിക്കുക. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ വ്യക്തികൾക്ക് ജൂലൈ 31 അല്ലെങ്കിൽ ജൂൺ 30 നമ്മുടെ ഡ്യൂ ഡേറ്റ് വരുന്നത്. പക്ഷേ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞ കേസുണ്ട്. നമ്മൾ ഓഡിറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്തിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് പക്ഷേ ഒക്ടോബർ 31 ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പം ഈ ടാക്സ് ഓഡിറ്റ് വരുന്ന കേസിൻ്റെ പാർട്ട്നേഴ്സിനും ഡ്യൂ ഡേറ്റ് ഒക്ടോബർ 31 ആയിരിക്കും, കമ്പനിക്കും ഒക്ടോബർ 31 ആയിരിക്കും. പക്ഷേ അതേസമയം ടാക്സ് ഓഡിറ്റ് വരാത്ത സാധാരണ വ്യക്തികൾ, സാധാരണ ബിസിനസ്സുകാർ, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളെല്ലാം ഉണ്ടെങ്കിൽ, സാലറി ക്ലാസ് അടക്കം വരുന്നുണ്ടെങ്കിൽ അവർ 31 ജൂലൈ, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട്, മാർച്ച് കഴിഞ്ഞിട്ട് വരുന്ന ജൂലൈ, ഇനിയിപ്പോൾ വരുന്ന വെച്ചാൽ 31 ജൂലൈ 2026 ആ ഇയറിലാകുമ്പോഴത്തേക്ക് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. നമ്മളിതിൽ റിട്ടേണിന് എല്ലാവരും, അതായത് ഇൻക്ലൂഡിങ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ റിട്ടേൺ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം റിട്ടേണിലിപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരാണെന്ന് വെച്ചോ, അപ്പോൾ 139(4) പറയുന്നത് വെച്ചാൽ 3 പറയുന്നത് വെച്ചാൽ നമ്മൾ ലോസാണ്, ഈ കൊല്ലം നമുക്ക് ലോസാണെന്ന് വെച്ചാൽ നമുക്ക് ആ ലോസിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാം. ലോസിന് നമുക്ക് ടാക്സ് നടക്കേണ്ട, ലോസിന് റിട്ടേൺ. പക്ഷേ ഒറ്റ കണ്ടീഷനേ പറയുന്നുള്ളൂ, നമ്മളൊരു ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് ജൂലൈ 31 മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒക്ടോബർ 31 മുമ്പായിട്ടോ, അത് ഏതാ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം, അതായത് വരുന്ന കൊല്ലം നമുക്ക് ഈ ലോസ്, വരുന്ന കൊല്ലം നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ ലോസ് അതിൻ്റെ അകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ കിഴിച്ചതിന് ശേഷം മാത്രമുള്ളതിന് മുകളിൽ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഡ്യൂ ഡേറ്റിന് തന്നെ ഫയൽ ചെയ്യണം. ഡ്യൂ ഡേറ്റിന് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ആ ലോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഡിപ്രീസിയേഷൻ ലോസ് ആയാലും ക്യാഷ് ലോസ് ആയാലും നമുക്കത് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ഫയൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സാധനത്തിൽ ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൺസ് റിട്ടേൺ ഫയൽ ചെയ്തു, അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അസിംഗ് ഓഫീസർ നമുക്കൊരു നോട്ടീസ് അയക്കും. ആ ഓഫീസർ നമുക്കൊരു മെയിലായിട്ട്, ഇപ്പോൾ കൂടുതൽ മെയിലാണ് നോട്ടീസ് വരിക. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മെയിലും മൊബൈൽ നമ്പറും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ ഡിഫക്റ്റ് നമ്മൾ തീർത്ത് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്ത് അർത്ഥമെറ്റിക്കൽ ആക്യുറസിക്ക് കുഴപ്പമായിരിക്കാം, ചിലപ്പം ഹൗസ് പ്രോപ്പർട്ടി കാണിക്കേണ്ടത് നമ്മൾ സാലറിയിൽ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്, അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫക്റ്റീവ് റിട്ടേണിൻ്റെ അത് നമ്മൾ തീർത്ത് കൊടുക്കണം. ഇത്രയാണ് നമ്മൾ ആ ഒരു ഈ ലോസിൻ്റെ കേസിലും
ഡിഫക്റ്റീവ് റിട്ടേണിൻ്റെ കേസിനും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കേസിനും ചെയ്യാം. പക്ഷേ റിട്ടേൺ എല്ലാവരും ആ ലിമിറ്റിന് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫീസർക്ക് നമുക്ക് നോട്ടീസ് അയക്കേണ്ട അധികാരമുണ്ട്. ആ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീല്, അതിൻ്റെ റെക്ടിഫിക്കേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ നീങ്ങി പോകേണ്ടി വരും. അതായത് ഇവരുടെ ബാക്കിൽ തന്നെ നമ്മൾ നീങ്ങി പോകേണ്ടി വരും. ഇനി നമുക്ക് അതായത് ഈ ഒരു കൊല്ലം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒക്ടോബറും ജൂലൈ ആണ്. പക്ഷേ നമുക്ക് ഡിസംബർ വരെ മാക്സിമം നമുക്ക് ഫയൽ ചെയ്യാം. അതായത് വരുന്ന കൊല്ലം ഇപ്പം നമുക്കിപ്പോൾ 31 മാർച്ച് 2026 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ, അതായത് ഏപ്രിൽ 2025 മുതൽ മാർച്ച് 2026 വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ ഡിസംബർ 2026 വരെ നമുക്ക് ഫയൽ ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവിടെ കട്ട് ഓഫ് ഡേറ്റ് തീർന്നു. പക്ഷേ ഒക്ടോബറിനും ജൂലൈക്കും ശേഷം വരികയാണെങ്കിൽ നമ്മൾ പെനാൽറ്റി അടക്കേണ്ടി വരും. അപ്പോൾ ഡിസംബറിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ എന്താ പ്രൊസീജിയർ? നമുക്ക് അതിനകത്ത് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് 139(8)A എന്ന സെക്ഷനിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഈ കൊല്ലത്തിന് മാത്രമല്ല, കഴിഞ്ഞ 3 കൊല്ലത്തിന്, അതായത് മൊത്തം 4 കൊല്ലത്തിന് നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. പ്രീവിയസ് ആയിട്ടുള്ള 4 കൊല്ലത്തിൻ്റെ വരെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷേ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പെനാൽറ്റി അടക്കാൻ ബാധ്യസ്ഥനായിരിക്കും. നമുക്കൊരിക്കലും ലോസ് ആയിട്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. TDS റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാനേ പറ്റില്ല. പിന്നെ TDS നമുക്ക് അടച്ചിട്ടുണ്ട് ഒരുപാടുണ്ടെങ്കിൽ പോലും നമുക്ക് റീഫണ്ട് കിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ലോസ് റിട്ടേൺ ഫയൽ ചെയ്ത് കൃത്യമായ സമയത്ത് ഫയൽ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. പക്ഷേ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പക്ഷേ ലോസ് ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്ഡേറ്റ് റിട്ടേണിൻ്റെ ഒറ്റ ദൂഷ്യവശമേ ഉള്ളൂ, ലോസ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബാക്കി കഴിഞ്ഞ 3 കൊല്ലത്തിൻ്റെ നമുക്ക് റിട്ടേൺ നമുക്ക് 139(8)A ഫയൽ ചെയ്യാം. അതിൻ്റെ പെനാൽറ്റി എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പെനാൽറ്റി അടക്കേണ്ടത്, അതായത് ടാക്സ് അങ്ങോട്ട് അടച്ചാൽ മാത്രമേ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ജൂലൈക്ക് ശേഷവും ഒക്ടോബറിന് ശേഷവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ഡിസംബർ വരെ നമുക്ക് ഫയൽ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ ജൂലൈക്ക് ശേഷം ഫയൽ ചെയ്യുന്ന റിട്ടേണിന് ബിലേറ്റഡ് റിട്ടേൺ എന്നാണ് പറയുക, അതായത് വൈകി ഫയൽ ചെയ്യുന്ന റിട്ടേൺ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വൈകി നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്യുന്നതിനും നമുക്കൊരു പെനാൽറ്റി നമുക്ക് വരുന്നുണ്ട്. ആ ബിലേറ്റഡ് റിട്ടേൺ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് അവിടെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക. അതിപ്പം ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെ ഓരോന്ന് പ്രിസ്ക്രൈബ് ഫോം വരുന്നുണ്ട്. ഇപ്പം പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ഇന്ന ഫോം, സാലറിക്ക് ആണെങ്കിൽ ഇന്ന ഫോം, ITR 1, ITR അങ്ങനെ ഓരോ ഫോം ഉണ്ട്. ആ ഫോമിൽ നമ്മൾ ഫയൽ ചെയ്യുക. സോ റിട്ടേണിൻ്റെ കൃത്യമായ സമയം എന്ന് വെച്ചാൽ ജൂലൈ 31, ഒക്ടോബർ 31 അതിനുശേഷം ഫയൽ ചെയ്യുന്നത് ബിലേറ്റഡ് റിട്ടേൺ ആയിട്ടാണ് വരിക. ഡിസംബർ വരെ നമുക്ക് മാക്സിമം നമുക്ക് ഫയൽ ചെയ്യാം. ഡിസംബറിന് ശേഷം ഫയൽ ചെയ്യുന്ന റിട്ടേൺ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുക. 139(8)A 139 ആണ് റിട്ടേണിൻ്റെ സെക്ഷൻ വരുന്നത്. അത് ഫയൽ ചെയ്യുന്നതിന് പക്ഷേ നമ്മൾ നല്ല പെനാൽറ്റി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ആ 139(8)A പക്ഷേ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് 3 കൊല്ലത്തിൻ്റെ വരെ ഫയൽ ചെയ്യാം. നമുക്ക് ഈ കൊല്ലത്തിന് മാത്രമേ ഈ കൊല്ലം ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ തീരും. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തൊടാൻ പറ്റില്ല. പക്ഷേ അപ്ഡേറ്റഡ് റിട്ടേണിൽ നമുക്ക് കഴിഞ്ഞ 3 കൊല്ലത്തിന് നമുക്ക് ഫയൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ദൂഷ്യം എന്ന് വെച്ചാൽ നമുക്ക് റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ലോസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമ്മൾ ടാക്സ് അങ്ങോട്ട് അടക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായ സമയത്ത് കൃത്യമായ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ചിലപ്പം സ്ലാബ് റേറ്റ് 7.5 ലക്ഷം എന്നൊക്കെ പറയുന്നു, ആൾക്കാരങ്ങനെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് റിബേറ്റ് ആണ്. 4 ലക്ഷത്തിന് മുകളിലും 7.5 ലക്ഷത്തിനിടയിൽ വരുന്ന റിബേറ്റ് ആണ്. 4 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുക, പക്ഷേ ടാക്സ് അടക്കേണ്ടി വരില്ല. 7.5 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ 4 ലക്ഷം മുതൽ 7 ലക്ഷം വരെ അല്ല, 7 ലക്ഷം വരെ എത്രയാണോ സ്ലാബ് റേറ്റ് വരുന്നത് അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ടാക്സ് അടച്ചേണ്ടി വരും. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക.